നിങ്ങളെ പോലെ തന്നെ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള പാനലിസ്റ്റ് ആണല്ലോ ഈ ചർച്ചയിലെങ്കിലും ഞാൻ, അല്ലേ? ഇവിടെ ആർക്കും പ്രത്യേകിച്ച് പ്രിവിലേജസ് ഒന്നും ഇല്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അത്തരം ഒരു ചർച്ചയിൽ ഇരിക്കുന്ന എന്നോട് നിങ്ങൾ പറയും, എന്നെ കുറിച്ച് നിങ്ങൾ പരിഹസിക്കുകയാണ്. പിന്നെ ജയചന്ദ്രൻ അറിയില്ലേ, ജാമ്യം കിട്ടിയാൽ കുറ്റവിമുക്തി ഉണ്ടാകില്ല എന്ന് ജയചന്ദ്രൻ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പരിഹാസമല്ലാതെ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വന്നാണെന്ന് ഞാൻ അംഗീകരിക്കണം. ആണോ? അത്രയും വിശാലമായ ജനാധിപത്യം എനിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് അതെ പറയുന്നത്. അപ്പൊ അങ്ങനെ അത്തരം പരിഹാസങ്ങൾ നിരന്തരം ഉയർത്തിവിടുന്ന നിങ്ങൾക്ക് ഏത് വാദങ്ങളും സ്വാഭാവികമായിട്ട് ഉയർത്താം. അങ്ങയുടെ വാദമായിരുന്നു, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. താങ്കളുടെ വാദമാണ്. ഈ ചർച്ചയുടെ വീഡിയോ വരുമ്പോ കേട്ട് നോക്കിയാൽ മതി. അല്ല, അത് കിട്ടിയിട്ടില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് കുറ്റവിമുക്തനാക്കിയിട്ടില്ലല്ലോ, ജാമ്യമല്ലേ കിട്ടിയുള്ളൂ, കുറ്റവിമുക്തനാക്കിയിട്ടില്ലല്ലോ എന്നാണ്. കുറ്റവിമുക്തനാക്കാൻ ആർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ബേസിക് നിയമസാക്ഷരതയുള്ള ആർക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞുള്ളൂ. അത് വിട്ടുകളാ. എക്സാക്ട്ലി. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങളെ പിന്നെ അവനവന്റെ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് ഇവിടെ പിന്നെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല മഞ്ജുഷേ. ഞാൻ ഈ ചർച്ചകൾ ഏത് തരത്തിലും ഈ അക്രമാസക്തമാവാത്ത ഏത് ചർച്ചകളെയും ഞാൻ വഴങ്ങിക്കൊടുക്കുന്ന ആളാണ്, താല്പര്യമുള്ള ആളുമാണ്. SIT അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് അത് ഓർത്തിട്ട് താങ്കൾക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? ഈ തന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു, എന്തിനു ജയിലിലിട്ടു എന്നിപ്പോൾ പറയാൻ പറ്റുന്നില്ല. അല്ല, പിന്നെ അതിനിടയ്ക്ക് അനിൽ വിളയിലാണെന്ന് തോന്നുന്നു ഇടയ്ക്കൊരു കാര്യം പരാമർശിച്ചല്ലോ, ഈ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന മനോജിന്റെ കാര്യം. പ്രിയപ്പെട്ട അനിൽ, ഈ പിന്നെ സ്പെഷ്യൽ കമ്മീഷണർക്ക് നേരത്തെ ഓവറോൾ സൂപ്പർവിഷന്റെ ചുമതല ഉണ്ടായിരുന്നുള്ളൂ ശബരിമലയിലെ കാര്യങ്ങളിൽ. അതങ്ങനെ അല്ലാതാവുന്നത് പിന്നെ 2021 ജൂൺ 30 ഹൈക്കോടതി വിധിയിലാണ്, ഇതേ ഡിവിഷൻ ബെഞ്ചിന്റെ തന്നെ വിധിയിലാണ്. അപ്പൊ അന്ന് അവർ പറയുകയാണ്, ഖണ്ഡിതമായി പറയുന്നുണ്ട്, ഇനി മുതൽ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യം ആദ്യം മുൻകൂട്ടി സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കണം. എന്തിന്? അതും പറയുന്നുണ്ട്, അദ്ദേഹം ഞങ്ങളെ അറിയിക്കണം. ആ വിവരം ഞങ്ങൾ ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കും. ആവശ്യമാണെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുക്കും. അദ്ദേഹം നിങ്ങൾക്ക് അനുമതി തരും. അങ്ങനെ മാത്രമേ ഇനി പാടുള്ളൂ എന്ന് പറയുന്നത് ഈ പിന്നെ 30/6/2023 അതിന് മുമ്പ് സ്പെഷ്യൽ കമ്മീഷണർമാർക്ക് ഓവറോൾ ചുമതലയുള്ളൂ. അതല്ല മഞ്ജുഷ, ഞാൻ പറഞ്ഞു വന്ന അതല്ല. തന്ത്രിക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പോലെ വരുന്നേ. അങ്ങനെയെങ്കിൽ തന്ത്രിക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് മുതൽ വന്നു. പക്ഷെ അദ്ദേഹം ഇടപെട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. അതെ, ഞാൻ പറയുന്നത് സ്പെഷ്യൽ കമ്മീഷണർ ഓക്കെയാണ്, പക്ഷേ പിന്നെ തന്ത്രി ചെയ്തിരിക്കുന്ന കുറ്റമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? രണ്ടുപേരുടെയും ചുമതലയായിരുന്നില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല ശ്രീത, ഞാൻ പറഞ്ഞത് പിന്നെ അനിൽ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് കണ്ടില്ലല്ലോ. തന്ത്രി എന്ന് പറയുന്ന ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ ഒന്നുമല്ല. സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ അല്ല. രണ്ടുപേരും കാഴ്ചയിൽ നടന്ന കാര്യങ്ങളെ പറ്റി അറിയിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് സെയിമായിട്ടുള്ളൊരു തർക്കം എടുക്കാൻ പാടില്ലെന്നേ പറഞ്ഞുള്ളൂ. എപ്രകാരമാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ സമാന സാഹചര്യം സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ D. ശ്രീവല്ലഭൻ, പഞ്ചാബകേശൻ തുടങ്ങിയ സ്പെഷ്യൽ കമ്മീഷണർമാർ അവിടെ ഇരുത്തിട്ടുണ്ട്. ഇതുപോലെ പല സംഭവങ്ങളെ പറ്റിയും അവർ യഥാകാലങ്ങളിൽ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. അല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കുന്നതും അവിടെ കണ്ട ഒരു കാര്യത്തിനെ പറ്റി ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തുന്നതും രണ്ടാണ്. അത് സ്പെഷ്യൽ ഓർഡറുമായിട്ടൊന്നും അതിന് ബന്ധമേ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ ആ വിധി വായിച്ചു നോക്കിക്കോളൂ. താങ്കൾ പ്രാക്ടീസിങ് ലോയറും കൂടെ അല്ലേ, അത് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ അതല്ല, അതവിടെ നിൽക്കട്ടെ. ശ്രീ ജയചന്ദ്രൻ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പോൾ തന്ത്രി അറസ്റ്റിലായതിനു ശേഷം CPM-ഉം LDF-ഉം ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവായി എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇപ്പോൾ ആരാണ് പോറ്റിയെ കയറ്റിയത് ശബരിമലയിൽ എന്നുള്ള കാര്യമാണ്. തന്ത്രിയല്ലേ അവിടെ പ്രതിയായിട്ട് നിൽക്കുന്നത്, തന്ത്രി അറിഞ്ഞല്ലേ എല്ലാം നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിപ്പോയി ഈ ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ എന്നുള്ളതാണ്. അത് സമ്മതിക്കാൻ പറ്റില്ലേ താങ്കൾക്ക്? അല്ല, ജാമ്യ ഉത്തരവ് ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു വരികയാണ് മഞ്ജുഷ. അതിലേക്ക് തന്നെ ഇപ്പോ പിന്നെ ഈ ജാമ്യ ഉത്തരവിൽ ഞാൻ എൻ്റെ ഒരു സംശയം ആയിട്ട് ചോദിക്കുകയാണ് എന്ന് തന്നെ വെക്കുക, എന്ന് തന്നെ എടുക്കുക. ജാമ്യ ഉത്തരവിൽ അവസാനം പറയുന്നു, അവസാനത്തെ പിന്നെ എന്താണ് പറയുന്നത്, 10 ഇനം 10 പറയുന്നതിൽ എന്താണ് പറയുന്നത്? ഒരു കാരണവശാലും മാധ്യമങ്ങളോട് തന്ത്രി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനേ പാടില്ല
എന്ന് പറയുന്നുണ്ട്. പക്ഷെ രാവിലെ മുതൽ നമ്മൾ കാണുന്ന എന്താണ്? തനിക്കെതിരെ ഗവൺമെന്റിന് പ്രത്യേക വൈരാഗ്യം തന്നോടുണ്ട് എന്ന് കണ്ഠരര് രാജീവര് പറഞ്ഞു. ഇല്ല, അത് ജാമ്യോത്തരവിൽ പറഞ്ഞ അല്ല, ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം. ജാമ്യാപേക്ഷയിൽ മാത്രമാണ് ശ്രീ അദ്ദേഹം പറഞ്ഞ ജയചന്ദ്രൻ കാര്യമാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടില്ല. വേണ്ടിയിട്ടില്ല മാധ്യമങ്ങളോട്. നിങ്ങളിവിടുന്ന് ഇറങ്ങി പോകുന്നത് 8 മണിക്കല്ലേ ഉള്ളൂ. നമ്മളിവിടുന്ന് 8 മണിക്കല്ലേ ഇറങ്ങി പോകുന്നുള്ളൂ. നിങ്ങൾ ദയവായി എന്ന് ഒരു ചെറിയ കാണിക്കൂ. ഒറ്റ മാധ്യമങ്ങളെയും കണ്ടിട്ടില്ല. ആര്? കണ്ഠരര് രാജീവര് ഒറ്റ തന്ത്രി മാധ്യമങ്ങളെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതേ ഇല്ലല്ലോ സാർ ഈ ചർച്ചയിൽ ഇതുവരെ. ഞാൻ പറഞ്ഞതല്ലേ, എന്താണ് നിങ്ങൾ ഇന്റർപ്രറ്റ് വെറുതെ ഇന്റർപ്രറ്റ് ചെയ്താണ്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ് ഞാൻ പറയുന്നതെന്ന് പൂർത്തിയാക്കാനുള്ള സന്ദർഭം പോലും സമയം പോലും എനിക്ക് തരാം. അതിൻ്റെ അകത്ത് കയറി തിരികെ കയറ്റുന്ന എന്തിനാണ്? ഞാൻ എന്താണ് പറയുന്നത് താങ്കൾക്ക് അങ്ങനെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. ജാമ്യത്തിന്റെ ഓർഡറിലെ 10ാമത്തെ ലംഘിച്ചു എന്നാണ് എനിക്ക് നിങ്ങൾ ട്യൂഷൻ എടുക്കുന്ന എന്തിനാണ് സാർ? ദയവായി ഞാൻ എന്റെ വാദങ്ങൾ പറയട്ടെന്നേ. താങ്കളുടെ ട്യൂഷൻ തൽക്കാലം അവിടെ നിർത്തിവെക്കൂ. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. താങ്കളുടെ ചർച്ചയിൽ താങ്കൾ പറഞ്ഞോളൂ, അത് കേൾക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരല്ലേ. പക്ഷെ എനിക്കൊരു പറയാനുള്ള കാര്യം പറയുമ്പോൾ അത് മുഴുവിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എങ്കിലും എനിക്ക് വിട്ടുതരണം. അതല്ലേ വേണ്ടത്. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഈ ജാമ്യ ഉത്തരവിന്റെ അവസാനത്തെ 10ാമത്തെ ഇനമായിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ തന്ത്രിയുടെ എന്ന രീതിയിൽ ഇന്ന് മാധ്യമങ്ങളിലെല്ലാം സ്ക്രോൾ ചെയ്തു പോരുന്ന ഒരു സംഗതിയുണ്ട്. ഇങ്ങനെയാണ് ഗവൺമെന്റ് എന്നോടുള്ള വൈരാഗ്യമാണ്. പക്ഷെ ഒരൊറ്റ മാധ്യമം പോലും ന്യൂസ് 18 ഉൾപ്പെടെ ഇങ്ങനെയാണ് പിന്നെ ജാമ്യാപേക്ഷയിൽ തന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്ന് ആരും എവിടെയും ചേർത്ത് കണ്ടില്ല. ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ പറയാതെ ഞാൻ തന്നെ പറഞ്ഞല്ലോ ഇവിടെ. താങ്കൾ കണ്ടില്ല എന്ന് പറഞ്ഞത് ഒരു വസ്തുതയാണോ? അല്ല, ജാമ്യാപേക്ഷയിൽ ഉത്തരവില്ല കേട്ടോ. താങ്കൾ കണ്ടില്ല എന്ന് പറഞ്ഞത് ഒരു വസ്തുതയാണോ? ഡൽഹി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ക്യാപിറ്റൽ അല്ലാതാവൂ. എനിക്കെതിരെയുള്ള ഈ പ്രതികാരത്തിന് കാരണം, എന്നെ പ്രതിയാക്കിയതിന് കാരണം എന്നുള്ളത് തന്ത്രി ജാമ്യാപേക്ഷയിൽ ഉണ്ടാക്കുന്നത്. മഞ്ജുഷ് അല്ലേ ഈ ഷോ നയിക്കുന്നത്. സാർ, ഒരു ചർച്ചയിൽ ഒരു വാദം ഉന്നയിക്കുമ്പോ അത് നമ്മൾ പറയുന്ന വാദം യുക്തിസഹമാകണ്ടേ സാർ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. അല്ലെങ്കിൽ അത് മഞ്ജുഷ് പറയട്ടെ. ഞാൻ പറഞ്ഞു താങ്കളുടെ തെറ്റിദ്ധാരണയായിരുന്നു. മഞ്ജുഷിന്റെ ഞാൻ അങ്ങനെ കണ്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മഞ്ജുഷ് പറയുന്നു അങ്ങനെ അല്ല, ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ. പിന്നെ ഈ ജാമ്യ വ്യവസ്ഥകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 1 മുതൽ 10 വരെ ഉള്ള എല്ലാ ജാമ്യ വ്യവസ്ഥകളും ഉണ്ടല്ലോ. ഇത് പിന്നെ ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പിന്നെ സ്ഥാപിക്കപ്പെടട്ടെ. അതിൽ പിന്നെ എനിക്കും ഇഷ്ടം അതാണ്, ആഗ്രഹം അതാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവരെയൊക്കെ വ്യക്തിപരമായി കുറച്ചൊക്കെ അറിയുന്നവരും അടുപ്പമുള്ളവരുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.